ശൂർപ്പണഖ പ്രേമാഭ്യർത്ഥനയുമായിട്ട് വന്ന അവസരത്തിൽ ശൂർപ്പണഖയോട് മറുപടി പറയുന്നത് ശൂർപ്പണഖയെ നോക്കിയിട്ടല്ല, സീതാദേവിയെ നോക്കിക്കൊണ്ടാണ് ശൂർപ്പണഖയോട് മറുപടി പറഞ്ഞത്. കാരണം പലതാണ്. ഒന്ന്, ജ്ഞാനസ്വരൂപനാണ് ശ്രീരാമചന്ദ്രൻ. ശൂർപ്പണഖ കാമസ്വരൂപിണിയാണ്. ജ്ഞാനത്തിൻ്റെ മുമ്പിൽ കാമത്തിന് നിൽക്കാൻ സാധ്യമല്ല. കാമം ദഹിച്ചു പോകും. അതുകൊണ്ട് ശൂർപ്പണഖയെ ശ്രീരാമചന്ദ്രൻ ശരിക്കും നോക്കിയാൽ ശൂർപ്പണഖ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ലീലകളൊന്നും നടക്കാൻ പോകുന്നില്ല, രാവണവധം ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ശൂർപ്പണഖയെ നോക്കിയതേയില്ല. സീതാദേവിയെ നോക്കിക്കൊണ്ടാണ് ശൂർപ്പണഖയോട് സംസാരിച്ചത്. കാരണം ഭക്തിയുടെ മൂർത്തിമത് ഭാവമാണ് സീതാദേവി. എത്ര പരമജ്ഞാനിയായാലും കാമത്തിൻ്റെ അതിക്രമം എപ്പോഴും ഉണ്ടാകാം. വളരെ ജാഗ്രതയായിട്ടിരിക്കണം. ഒരു നിമിഷം മതി ജ്ഞാനികളെ പോലും അധപ്പതിപ്പിക്കാം. അങ്ങനെ കാമത്തിൻ്റെ അതിക്രമണമുണ്ടാകുമ്പോൾ ജ്ഞാനിയായ ഒരാൾ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ ഭക്തിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക. അതാണ് ഭക്തിസ്വരൂപിണിയായ സീതാദേവിയെ നോക്കാനായിട്ട് കാരണം.